നമുക്ക് നിധിയുടെ സുധീഷിന്റെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? എല്ലാ ദിവസവും ഉച്ചയ്ക്ക് നിധിയുടെ സുധീഷിന്റെ പിറ്റേ ദിവസത്തെ വിശേഷങ്ങൾ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാണാൻ താല്പര്യമുള്ളവർ കയറി കാണുകയും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. അങ്ങനെ നാളത്തെ കഥയെ നമ്മൾ കാണുന്ന ഒടുവില് നിധിക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല. കാരണം വളരെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ആധാർ എടുക്കാനായിട്ട് പോയത്. പക്ഷെ ആധാറും കിട്ടിയില്ല. ഒടുവില് സിമ്മെങ്കിലും എടുക്കാമെന്ന് കരുതിയിട്ട് സിമ്മിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പം തൻ്റെ പോയ അതേ നമ്പർ തന്നെ തനിക്ക് കിട്ടണം. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും നമ്പർ പറഞ്ഞു കൊടുത്തു. നോയി കഴിഞ്ഞപ്പോൾ രാജീവന്റെ പേരില, നിധിയുടെ അച്ഛൻ്റെ പേരില സിമ്മ് കിടക്കുന്നത്. അപ്പോഴത്തേക്കും പറഞ്ഞു അവർ വരണം. അത് മാത്രമല്ല അവരുടെ ആധാർ കാർഡിൻ്റെ കോപ്പിയും കാര്യങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞു. നിധി പെട്ടുപോയി. അല്ലാതെ കിട്ടത്തില്ലേന്ന് ചോദിച്ചു. അല്ലാതെ കിട്ടത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഇതും കിട്ടിയില്ല. കാരണം എല്ലാ പ്രതീക്ഷകളും നശിച്ചിട്ടാണ് അവർ പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. ആ സമയം നിധി പറഞ്ഞു, ഇനിയിപ്പം നമ്മൾ എന്ത് ചെയ്യും സുധീഷ് എന്ന് ചോദിച്ചു. സുധീഷ് പറഞ്ഞു, ടെൻഷൻ അടിക്കണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുധീഷ് ഫോൺ എടുത്തിട്ടങ്ങോട്ട് മാറി. പിന്നീട് ഫോൺ വിളിക്കുകയാണ് അവിടെ നിന്ന്. ആ സമയം നിധി പ്രതീക്ഷയോടുകൂടി നോക്കി. ചിലപ്പോൾ എന്തെങ്കിലും ഒരു പോംവഴി സുധീഷ് കാണുമെന്നൊരു ചിന്തയായിരുന്നു. അങ്ങനെ 2-3 പേരെ ഫോൺ വിളിച്ചിട്ട് സുധീഷ് തിരികെ വന്നിട്ട് പറഞ്ഞു, പേടിക്കൊന്നും വേണ്ട, അധികം വൈകാതെ തന്നെ നമുക്ക് സിം എടുക്കാൻ പറ്റും, ധൈര്യമായിട്ടിരിക്കുക, ഞാനല്ലേ പറയണേന്ന് പറഞ്ഞു. അങ്ങനെ നിധിയെ ആശ്വസിപ്പിക്കണം. ഒടുവിൽ നിധിയോട് പറഞ്ഞു, വല്ല ആഹാരം എന്തെങ്കിലും കഴിച്ചിട്ട് പോകാന്ന് പറഞ്ഞു. വേണ്ട, എങ്കിലും ജ്യൂസ് എങ്കിലും കുടിച്ചിട്ട് പോവാം. വേണ്ട, ഇനി വീട്ടിൽ ചെന്നിട്ട് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അവരെ വീട്ടിലേക്ക് തിരികെ പോരുവാണ്. ആ സമയത്ത് വീട്ടിൽ ബ്രോക്കർ വന്നിട്ടുണ്ടായിരുന്നു. ബ്രോക്കറും നികേഷും ഭാസ്കരനും കൂടെ സംസാരിച്ചിരിക്കുക. അപ്പോഴാണ് നിധി സുധീഷും കൂടെ അങ്ങോട്ട് വരുന്നത്. അവരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും നികേഷ് പറഞ്ഞു, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, എനിക്കറിയായിരുന്നു ഇപ്പം തന്നെ ഏട്ടത്തിയമ്മ വരുമെന്ന്. അതുകൊണ്ടാണ് ഞാൻ ബ്രോക്കറേറിനെ ഇവിടെ പിടിച്ചു നിർത്തിയത്. ആ സമയത്ത് സുധീഷ് ചോദിച്ചു, ഇതെന്താടാ? അല്ല, സുഭാഷ് ഏട്ടന് ഒരാലോചനയും കൊണ്ട് വന്നാന്ന് പറഞ്ഞു. ആഹാ, അത് കൊള്ളാലോ. അല്ല, ഇതെന്താ പെട്ടെന്ന് ഇങ്ങനെ, ഇത് ആര് പറഞ്ഞിട്ടാ വന്നേന്ന് ചോദിച്ചു. ഭാസ്കരേട്ടൻ എന്നോട് പറഞ്ഞിട്ടാ ഞാൻ വന്നേ. കഴിഞ്ഞ ദിവസം ഭാസ്കരേട്ടൻ എന്നെ പിടിച്ചു നിർത്തി. എത്രയും പെട്ടെന്ന് എൻ്റെ മോന് വേണ്ടി ഒരു ആലോചന കൊണ്ടുവരണമെന്ന് പറഞ്ഞു. മേസ്തിരി ആയതുകൊണ്ടാണോടാ നീ എൻ്റെ മോന് നല്ലൊരു ആലോചന ഒന്നും കൊണ്ടുവരാത്തതെന്ന് ചോദിച്ചിട്ടുണ്ട് ചീത്ത പറഞ്ഞു. അതെനിക്ക് വല്ലാതെ ഹർട്ടായിപ്പോയി. അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ സുധീഷ് ചോദിച്ചു, ഓഹോ, എന്നോട്ടാ അച്ഛന് സുഭാഷേനോട് ഇത്ര സ്നേഹം തോന്നി തുടങ്ങിയെന്ന് ചോദിച്ചു. ഒരു നല്ല കാര്യം ചെയ്താലും നമുക്ക് അവസാനം കുറ്റം മാത്രമേ ഉള്ളൂ. ഇനി നിങ്ങളായി നിങ്ങളുടെ പാടായി നിങ്ങൾ സംസാരിച്ച് എന്താന്ന് വെച്ച് ചെയ്യുക. പിന്നീട് നിധിയോട് പറഞ്ഞു, മോളെ വേണ്ടുന്ന കാര്യങ്ങൾ എന്താന്ന് വെച്ചാൽ ചോദിച്ച് മനസ്സിലാക്കാൻ പറഞ്ഞിട്ട് ഭാസ്കരൻ പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങി. ആ സമയം നിധി ചോദിച്ചു, അല്ല, നല്ല ആലോചന വല്ലതും ഉണ്ടോയെന്ന് ചോദിച്ചു. കുറേ ആലോചന കൊണ്ടുവന്ന എൻ്റെ കൊച്ചെ, പക്ഷേ ഒന്നും അങ്ങോട്ട് സെറ്റാകുന്നില്ല. അവർക്ക് ഇഷ്ടപ്പെടുന്ന കഴിയുമ്പോൾ ഇവിടെ ഇഷ്ടപ്പെടത്തില്ല. അങ്ങനെ 100 പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. പിന്നെ ഒരു കാര്യമുണ്ട്, ഞാൻ ഇത്തവണ ഒരാലോചനയും കൊണ്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ഒരു പെൺകുട്ടിയാന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് അറിയാവുന്ന പെൺകുട്ടിയാ? അതേതാ? അല്ല, നിങ്ങൾ ആ വീട്ടിൽ പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും നികേഷ് ചോദിച്ചു, ഞങ്ങൾ ആ വീട്ടിൽ പോയിട്ടുണ്ടെന്നോ? ഞങ്ങൾ ഏത് വീട്ടിലാണ് പോയിരിക്കുന്നത്? അല്ല, ഇതിനു മുമ്പ് സുഭാഷ് പെണ്ണ് കാണാൻ പോയിട്ടുണ്ട്. സുധീഷ് പറഞ്ഞു, സുഭാഷിയുടെ കുറേ സ്ഥലത്ത് പെണ്ണ് കാണാൻ പോയിട്ടുണ്ട്. അത് ഏത് വീട്ടിലാന്ന് ഞങ്ങൾ എങ്ങനെ അറിയണേ? അപ്പോഴാണ് ഭാസ്കരൻ പറയണേ, അതെ, സുഭാഷ് പെണ്ണ് കാണാൻ പോയൊരു വീട്ടിൽ ഒരു പെങ്കൊച്ചിന്റെ കല്യാണം നടന്നിട്ടില്ല. അവിടെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അവിടെ ഇപ്പോൾ ഇങ്ങനെ സംസാരിക്കണ സമയത്ത് സുഭാഷിനെ കുറിച്ച് പറയുന്നേ, അവർക്ക് ഇപ്പോഴും സുഭാഷിനെ ഇഷ്ടമാണ്. ആ പെണ്ണിനും താല്പര്യമാണ്, ആ വീട്ടുകാർക്കും താല്പര്യമാണെന്ന് പറഞ്ഞു. സത്യമാണോ പറയണേ? അതേന്നേ, പക്ഷെ സുഭാഷ സമ്മതിക്കാത്തേന്ന് പറഞ്ഞു. സുഭാഷയുടെ സമ്മതിച്ചിട്ടില്ലേ? അതെ. പെണ്ണും സുഭാഷും കൂടെ പുറത്ത് വെച്ചുകൊണ്ട് കണ്ട് സംസാരിച്ചായിരുന്നു. അതിനുശേഷം സുഭാഷ് ആണെങ്കിൽ ഈ ആലോചന വേണ്ടെന്ന് പറഞ്ഞു. അവർക്കൊരു കണ്ടീഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്കും നികേഷ് സുധീഷിനോട് ചോദിച്ചു, നമ്മളറിയത്തില്ലാതെ സുഭാഷായിട്ട് സംസാരിച്ചെന്നോ? ഇത് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ലല്ലോ. നിങ്ങൾ പറയുന്ന സത്യമാണെന്ന് ബ്രോക്കറോട് ചോദിച്ചു. ഞാൻ എന്തിനാ സുധീഷെ കള്ളത്തരം പറയണേ? എനിക്ക് കള്ളത്തരം പറയേണ്ട കാര്യമൊന്നുമില്ല, സത്യമായിട്ടുള്ള കാര്യം ഞാൻ പറയണേ. സുഭാഷ സമ്മതിക്കാതിരുന്നേ ഈ കല്യാണം വേണ്ടെന്ന്. അല്ല, ആ പെങ്കൊച്ച ഏതാ എന്താന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? നിങ്ങൾ കവിത എന്ന് പറയുന്നൊരു പെങ്കൊച്ചിനെ കാണാൻ പോയില്ലെന്ന് ചോദിച്ചു. ഇപ്പോഴാ മനസ്സിലായെന്ന് നികേഷ് പറയണ. സുധീഷേട്ടാ, സുഭാഷേട്ടൻ അടുക്കള കയറി പാചകം ചെയ്ത് ഓർക്കുന്നുണ്ടോ? വടയുണ്ടാക്കിയത്. മനസ്സിലായി. ആ പെങ്കൊച്ച, അതെ, അവർക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു സുഭാഷിനെ. അവരെന്നോട് പറയുകയും ചെയ്തു. അവർക്ക് ഇപ്പോഴാണല്ലോ നല്ല താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ സുഭാഷ സമ്മതിക്കാത്ത. അവർക്ക് ഒരേ ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. സുധീഷ് പറഞ്ഞു, കുറേ സമയമല്ലോ കണ്ടീഷൻ നിങ്ങനെ പറയുന്നേ, എന്ത് കണ്ടീഷനാന്ന് ചോദിച്ചു. ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ അവിടെ പോയി ആ പെണ്ണിനെ കണ്ട് ആ പെങ്കൊച്ചിനോട് തന്നെ ചോദിച്ചാൽ മതി. ഇനി നിങ്ങളായി നിങ്ങളുടെ പാടായെന്ന് പറഞ്ഞു. കാര്യങ്ങളൊക്കെ ഓക്കെ ആക്കി കഴിയുമ്പോൾ എന്നോട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു.
പിന്നീട് ബ്രോക്കർ അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങുവാണ്. അപ്പോഴേക്കും നിധി ചോദിച്ചു, അല്ല ആ പെങ്കൊച്ചെങ്ങനെയുണ്ട്? കാണാനൊക്കെ കൊള്ളാം, പ്രശ്നമൊന്നുമില്ലാന്ന് നികേഷും പറയാണ്. ആ സമയം ഭാസ്കരൻ പുറത്തുണ്ടായിരുന്നു. ഭാസ്കരൻ ബ്രോക്കറോട് ചോദിച്ചു, എങ്ങനെയായി കാര്യങ്ങളൊക്കെ സംസാരിച്ചു എന്ന് ചോദിച്ചു. എല്ലാം സംസാരിച്ചിട്ടുണ്ട്. നല്ലൊരു കുടുംബത്തിൽ നിന്നൊരു ബന്ധവാ. ഈ കല്യാണം നടക്കുവാണെങ്കിൽ നിങ്ങളുടെ മകന്റെ ഭാഗ്യ. പിന്നെ ഒരു കാര്യം, എൻ്റെ ബ്രോക്കർ പൈസ ഇങ്ങ് തന്നേക്കണമെന്ന് പറഞ്ഞു. നല്ല ആലോചന കൊണ്ടുവന്നിട്ട് നടത്താതിരുന്നിട്ട് അത് ബ്രോക്കറുടെ കയ്യിലെ കുഴപ്പമാണെന്ന് ഇനി എന്നെ കുറ്റം പറഞ്ഞേക്കരുത്. അവർക്ക് ഈ കല്യാണത്തിന് പൊന്നും സമ്മതമാ. അപ്പം ഇനി സമ്മതിക്കേണ്ട ആൾ നിങ്ങളും നിങ്ങളുടെ മക്കളും ഒക്കെയാ എന്ന് പറഞ്ഞു. അത് കേട്ടതും ഭാസ്കരൻ പറഞ്ഞൊന്ന് ആലോചിച്ച് നോക്കട്ടെ. ഇതാ ഭാസ്കരേട്ടൻ്റെ കുഴപ്പം, ആലോചിക്കട്ടെ എന്ന് പറയും. പിന്നെ കല്യാണം നടക്കാതെ വരുമ്പോൾ എന്നെ ചീത്തയൊന്നും പറഞ്ഞേക്കരുത് എന്നും പറഞ്ഞിട്ട് ബ്രോക്കർ അങ്ങോട്ടേക്ക് പോവുകയാണ്. ആ സമയം സുധീഷും അവരൊക്കെ ആലോചിക്കുകയാണ് എന്ത് ചെയ്യണമെന്ന്. കാരണം ബാക്കി അവർക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ കല്യാണം പിന്നെ നടത്തുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. പിന്നെ സുഭാഷേട്ടൻ എന്താ എതിർപ്പെന്ന് മാത്രം അവർക്ക് മനസ്സിലായതുമില്ല. അങ്ങനെ അന്ന് വൈകുന്നേരമായി. സുഭാഷ് വരാൻ വേണ്ടി നോക്കിയിരിക്കുകയാണ് സുധീഷും നികേഷും ഹരീഷും ഒക്കെ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും സന്ധ്യ കഴിഞ്ഞപ്പോഴത്തേനും സുഭാഷ് ജോലി കഴിഞ്ഞ് വരുവാണ്. വന്ന സമയത്ത് മൂന്നുപേരും കൂടി ഇങ്ങനെ നിൽക്കുകയാണ്. സുഭാഷൻ രൂക്ഷമായിട്ട് നോക്കി. പിന്നീട് ഹരീഷ് പറഞ്ഞു, എന്നാലും ഇത്രയ്ക്ക് ഞങ്ങളോട് വേണ്ടിയിരുന്നില്ല എന്ന് പറഞ്ഞു. എന്താടാ എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ സുധീഷ് പറഞ്ഞു, കുറച്ച് കഷ്ടമുണ്ട് കേട്ടോ സുഭാഷ് ഏട്ടാ, ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല എന്ന് പറഞ്ഞു. എടാ നീ കാര്യം എന്താണെന്ന് വെച്ചാൽ പറ, എന്നാലും ഞങ്ങളോട് ഇത് മറക്കേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു പറഞ്ഞു. അങ്ങനെ ചുറ്റും കൂടി നിന്നിട്ട് സുഭാഷിനോട് പറയുന്ന സമയത്ത് സുഭാഷിനൊന്നും മനസ്സിലായില്ല. അപ്പോഴേക്കും നിധി അങ്ങോട്ടേക്ക് വന്നു. നിധി വന്നിട്ട് പറഞ്ഞു, എന്താ ഇത് സുധീഷേ, സുഭാഷേടൻ ജോലി കഴിഞ്ഞ് വന്നല്ലേ ഉള്ളൂ, പോയി ചെറിയ റെസ്റ്റ് എടുക്കട്ടെ എന്ന് പറഞ്ഞു. അതെ അങ്ങനെ ഇപ്പൊ പോണ്ട, അവിടെ നിൽക്കാൻ പറഞ്ഞു. സുഭാഷ് ചോദിച്ചു, കാര്യം എന്താന്ന് ചോദിച്ചു. എന്നാലും ഇത് ഞങ്ങളോട് മറച്ചു വെക്കേണ്ട കാര്യമില്ലായിരുന്നു സുധീഷ് വീണ്ടും പറയണ. എടാ ഇങ്ങനെ വാലും തലയില്ലാതെ പറഞ്ഞ എനിക്ക് എങ്ങനെയാ മനസ്സിലാവുന്നേ, നീ കാര്യം വ്യക്തമായിട്ട് പറ. ആ സമയം ഹരീഷ് ചോദിച്ചു, അല്ല ഞങ്ങൾ അറിയാതെ സുഭാഷേട്ടൻ ഏതെങ്കിലും പെണ്ണിനെ കാണാൻ പോയെന്ന് ചോദിച്ചു. പെണ്ണിനെ കാണാനോ? ഞാൻ ഏത് പെണ്ണിനെ കാണാൻ പോകാനടാ, ഞാനൊരു പെണ്ണിനെ കാണാൻ പോയിട്ടില്ലെന്ന് പറഞ്ഞു. അപ്പോഴേക്കും നികേഷ് പറഞ്ഞു, കള്ളത്തരം പറയരുത്, ഞങ്ങൾ അറിഞ്ഞെന്ന് പറഞ്ഞു. ഏത് പെണ്ണിനെ കാണാൻ പോയത്? ഞാനൊരു പെണ്ണിനെ കാണാൻ പോയില്ല, നിങ്ങൾക്കറിയാലോ ഞാൻ ഏതെങ്കിലും പെണ്ണിനെ കാണാൻ പോയിട്ടുണ്ടെങ്കിൽ. നികേഷ് പറഞ്ഞു, ഇതിനു മുമ്പ് പെണ്ണ് കാണാൻ പോയ ഒരു പെണ്ണുണ്ടല്ലോ, അതിനെ കാണാൻ പോയില്ലെന്ന് ചോദിച്ചു. എടാ ഏത് പെണ്ണിനെയാ? കുറെ വീട്ടിൽ പെണ്ണ് കാണാൻ ഞാൻ പോയിട്ടുണ്ടായിരുന്നു, അതിൽ ഏത് പെണ്ണിനെയാ തനിച്ചു പോയി കണ്ടേ? സുഭാഷേണ്ണന്നേ വാടകയൊക്കെ ഉണ്ടാക്കി കൊടുത്തില്ലേ ഒരു വീട്ടില് ഒരു പെണ്ണിന്. മനസ്സിലായി, കവിതയുടെ കാര്യമാണോ പറയണേ? അതെ, കവിതയെ കാണാനായിട്ട് എന്ന് പറഞ്ഞിട്ട് നിർത്തി. അപ്പോഴേക്ക് സുധീഷ് പറഞ്ഞു, കണ്ടോ ഒരു ഗ്യാപ്പ് ഇട്ടത് കണ്ടോ, അപ്പോൾ ഉറപ്പായിട്ടും സുഭാഷേടൻ പോയി കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. എടാ അത് പിന്നെ ഞാൻ കണ്ടായിരുന്നു പറഞ്ഞു. ഹരീഷ് ചോദിച്ചു, എന്നിട്ട് സുഭാഷേണ്ടെന്ന് ഞങ്ങളോട് പറയാത്തെ? ഈ കാര്യത്തെക്കുറിച്ച് ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ. അത് പിന്നെ പറയാൻ മാത്രം ഒന്നും ഇല്ലായിരുന്നു, അവളൊന്ന് കാണണമെന്ന് പറഞ്ഞ് വിളിച്ചു, ഞാൻ പോയി കണ്ടു. സുധീഷ് ചോദിച്ചു, എന്നിട്ട് നിങ്ങൾ എന്താ സംസാരിച്ചേ? അത് പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല, അവൾ എന്തൊക്കെയോ പറഞ്ഞു, ഞാനും എന്തൊക്കെയോ പറഞ്ഞു, അതിപ്പോൾ ഓർത്തിരിക്കുന്നുണ്ടോ? കുറച്ച് നാളായില്ലേന്ന് ചോദിച്ചു. നികേഷ് പറഞ്ഞു, വേണ്ട ഞങ്ങളുടെ മുന്നിൽ കിടന്ന് ഉരുണ്ട് കളിക്കണ്ട, എന്തോ ഒരു കള്ളത്തരം ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്, സത്യം പറ അവൾ എന്താ പറഞ്ഞു? എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അവൾ എന്തോ പറഞ്ഞു. അതെ ഞാൻ അടുത്താ വന്നേന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുഭാഷ് പതുക്കെ അവിടെ നിന്ന് എസ്കേപ്പ് ആവുകയാണ്. സുഭാഷ് അകത്ത് പോയി ചിന്തിച്ചു, ദൈവമേ ഇനി എങ്ങാനും ആ പെണ്ണിനെ ഇവർ കണ്ടിട്ടുണ്ടെങ്കിൽ അവൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവരറിയും, അതൊരു കാരണവശാലും പാടില്ല എന്ന് സുഭാഷിന്റെ മനസ്സിൽ ചിന്തയുണ്ട്. ആ സമയത്ത് നികേഷും ഹരീഷും സുധീഷും കൂടി തീരുമാനം എടുത്തു, ആ പെണ്ണിനെ പോയി കാണണം, ആ വീട്ടിലേക്ക് ചെല്ലണം, അവരെന്താ പറഞ്ഞെന്ന് അറിയണം. ഒരു പക്ഷേങ്കിൽ ഈ കല്യാണം എന്തുകൊണ്ടാണ് സുഭാഷ് ചേട്ടൻ വേണ്ടെന്ന് വെച്ചെന്ന് അറിയാൻ സാധിക്കും എന്നൊരു ചിന്തയായിരുന്നു. അങ്ങനെ അവരൊക്കെ കൂടി പോകാൻ തീരുമാനിച്ചു. അപ്പോഴേക്കും നികേഷ് പറഞ്ഞു, അതെ എല്ലാവരും കൂടെ പോകണ്ട, ഒരു കാര്യം ചെയ്യാം, ഏട്ടത്തി അമ്മയും സുധീഷ് ചേട്ടനും കൂടെ പോയാൽ മതി. ഞങ്ങൾ രണ്ടോ? അതേന്നേ. പിന്നീട് നിധിയോട് കാര്യം പറയണം, ഒരു കാര്യം ചെയ്യാം, ഏട്ടത്തി അമ്മയും സുധീഷ് ചേട്ടനും കൂടെ പോയിട്ട് വാ, പോയി കണ്ട് സംസാരിച്ചിട്ട് വരാൻ പറഞ്ഞു. ആ സമയം നിധി പറഞ്ഞു, അല്ല നിങ്ങൾ തനിച്ചിപ്പോൾ പോയാൽ മതി, പിന്നെ കാര്യങ്ങളൊക്കെ ഓക്കെ ആയതിനു ശേഷം നമുക്ക് പോകാമെന്ന് പറഞ്ഞു. ആ സമയം സുധീഷ് ചോദിച്ചു, നീ ഓക്കെ ആണെന്ന് നിധിയോട് ചോദിച്ചു. ശരി ഞാൻ ഓക്കെയാ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നാളെ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം പോകാനായിട്ട് അവർ തീരുമാനിച്ചു. അങ്ങനെ പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോൾ നിധിയും സുധീഷും കൂടെ കവിതയുടെ വീട്ടിലേക്ക് ചെല്ലുവാണ്. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോൾ കവിതയുടെ അച്ഛൻ ഇറങ്ങി വന്നു. അല്ല നിങ്ങൾ രണ്ടുപേരും മാത്രമുള്ളോ, അവരാരും ഇല്ലേന്ന് ചോദിച്ചു. അല്ല ഞങ്ങൾ രണ്ടും കൂടെ വന്ന് സംസാരിച്ചിട്ട് പിന്നെ എല്ലാവരും കൂടെ കൂട്ടി വരാമെന്ന് വെച്ചു. ശരി വരാൻ പറയണം. അങ്ങനെ അകത്തേക്ക് കയറി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും കവിതയുടെ അമ്മ വന്നു. ആ സമയത്ത് കവിതയുടെ അച്ഛൻ പറഞ്ഞു, അതെ ചായ എടുക്കാൻ പറഞ്ഞു ഇവർക്ക്. അങ്ങനെ പുള്ളിക്കാരത്തി അകത്തേക്ക് പോയി ചായയൊക്കെ എടുത്തോണ്ട് വന്നു. അപ്പോഴേക്കും കവിതയും കൂടെ അങ്ങോട്ട് വന്നു. കവിതയെ നിധി നോക്കി, കാണാനൊന്നും കുഴപ്പമില്ല, സുഭാഷ് ചേട്ടന് ചേരുന്ന ഒരു പെൺകുട്ടി തന്നെയാണ്. ആ സമയത്ത് കവിതയുടെ അച്ഛൻ പറഞ്ഞു, കാര്യങ്ങളൊക്കെ ബ്രോക്കർ പറഞ്ഞു കാണുമായിരിക്കുമല്ലോ അല്ലേ? അത് കേട്ടതും സുധീഷ് പറഞ്ഞു,
ബ്രോക്കർ വീട്ടിൽ വന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കവിതയുടെ കല്യാണം ഇതുവരെയായിട്ടും കഴിഞ്ഞിട്ടില്ല. അല്ല, നിങ്ങൾക്കും താല്പര്യമുണ്ട് സുഭാഷ് ചേട്ടനും കവിതയും തമ്മിലുള്ള വിവാഹത്തിന്. പക്ഷെ ഞങ്ങൾ വിചാരിച്ചുകൊണ്ടിരുന്നത് നിങ്ങൾക്ക് ഈ ബന്ധത്തിന് ഇഷ്ടമില്ലാന്നാ. അത് കേട്ട് കഴിഞ്ഞത് കവിതയുടെ അച്ഛൻ പറഞ്ഞു, ഞങ്ങൾക്ക് സുഭാഷിനെ ഇഷ്ടമുണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ അന്വേഷിക്കുകയും ചെയ്തു സുഭാഷിനെ കുറിച്ച്. അവിടെ അടുത്തും പിന്നെ അങ്ങനെ ആൾക്കാരുടെ ഒക്കെ ചോദിച്ചു. പക്ഷെ ഉള്ളത് പറയാലോ, നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് അത്ര നല്ല അഭിപ്രായമല്ല കേട്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പം നിധി പറഞ്ഞു, അല്ല അത് പിന്നെ സാറേ, കുടുംബത്തെക്കുറിച്ച് കേട്ടതൊന്നും കൂട്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ആ കുടുംബത്തിലേക്ക് വന്ന പെൺകുട്ടിയാണല്ലോ, എനിക്കെതിരായിട്ട് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. ശരി, ആയിക്കോട്ടെ. പക്ഷേങ്കിൽ സുഭാഷിനെ കുറിച്ച് ആൾക്കാരൊക്കെ നല്ലത് തന്നെ പറഞ്ഞേ, ആരും തെറ്റൊന്നും പറഞ്ഞിട്ടില്ല, നല്ല മിടുക്കന ചെറുക്കനെന്നാ പറഞ്ഞെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ കല്യാണം നടത്താൻ ഭയങ്കര താല്പര്യമായിരുന്നു. പക്ഷേ ഞങ്ങൾക്കൊരു കണ്ടീഷൻ ഉണ്ടായിരുന്നു പറഞ്ഞു. അത് കേട്ടപ്പോൾ സുധീഷ് പറഞ്ഞു, അതാ ഞങ്ങൾക്ക് അറിയണ്ടേ, എന്താ കണ്ടീഷൻ എന്ന്. സുഭാഷേനോട് എന്തെങ്കിലും കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? അത് കേട്ടപ്പം കവിതയുടെ അച്ഛൻ പറഞ്ഞു, അത് പിന്നെ കല്യാണം നടക്കുന്നതുകൊണ്ടൊന്നും ഞങ്ങൾക്ക് പ്രശ്നമില്ല, ഞങ്ങൾക്ക് സുഭാഷിനെ ഇഷ്ടമാണ്. പക്ഷെ കല്യാണം കഴിഞ്ഞ് ആ വീട്ടിലേക്ക് വരാനായിട്ട് ഞങ്ങൾ സമ്മതിക്കില്ല, അവർ മാറി താമസിക്കണമെന്ന് പറഞ്ഞു. മാറി താമസിക്കാനാണെന്നോ? കവിത പറഞ്ഞു, അതെ, വേറെ വീടെടുത്ത് മാറണമെന്ന് പറഞ്ഞു. അത് കേട്ടത് നിധി സുധീഷ് ഒരു നിമിഷം ഞെട്ടിപ്പോയി. അപ്പോഴേക്കും കവിതയുടെ അച്ഛൻ പറഞ്ഞു, അത് പിന്നെ അങ്ങനെ മാറുമെന്ന് പറഞ്ഞാൽ മൊത്തത്തോടെ മാറുകയെന്നല്ല, നിങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ അടുത്ത് ഒരു വേറെ വീട് അത്രേ ഉള്ളൂ, അത്ര മാത്രമേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ബന്ധം നമ്മൾ മുറിഞ്ഞു പോകത്തൊന്നുമില്ല, അറിയാലോ എന്നൊക്കെ പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പം നിധിക്കും സുധീഷിനും എന്ത് പറയണമെന്നറിയില്ല. അല്ല, ഇതൊക്കെ വീട്ടിൽ സംസാരിച്ചിട്ട് നിങ്ങളൊരു മറുപടി പറഞ്ഞാൽ മതി. അല്ല, ബ്രോക്കർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഓക്കെയാന്ന്. അതുകൊണ്ടാണ് ഞങ്ങൾ വീണ്ടും ഈ ആലോചന തന്നെ എടുക്കാമെന്ന് വിചാരിച്ചേ. അത് കേട്ടപ്പോൾ സുധീഷ് പറഞ്ഞു, ഞങ്ങളെല്ലാവരോടും ഒന്ന് ചോദിക്കട്ടെ, എന്നിട്ട് ഇതിന് എന്താണെന്ന് വെച്ചാൽ പറയാമെന്ന് പറഞ്ഞു. എന്നാൽ ശരി, അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ അടുത്ത ആഴ്ച വേണമെങ്കിൽ അടുത്ത ആഴ്ച നിശ്ചയം നടത്തിയേക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നിധി സുധീഷും കൂടെ അവിടെ നിന്ന് ഇറങ്ങുവാണ്. വീട്ടിൽ വന്ന് ഹരീഷിനോടും നികേഷിനോടും ഈ കാര്യം പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോൾ വല്ലാത്തൊരു സങ്കടമായപ്പോൾ ഈ നികേഷിന്, അതുപോലെ തന്നെ ഹരീഷിനും എല്ലാവർക്കും സങ്കടം ഉണ്ടായിരുന്നു. അപ്പം ഇതുകൊണ്ടാണ് സുഭാഷ് ചേട്ടൻ വിവാഹത്തിന് സമ്മതിക്കായിരുന്നേ, നമ്മളെല്ലാവരും വിട്ടുപോകുന്നതിൻ്റെ വിഷമം. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഹരീഷ് പറഞ്ഞു, എന്നും പറഞ്ഞുകൊണ്ട് സുഭാഷ് ചേട്ടൻ എല്ലാ കാലം നമുക്കിവിടെ പിടിച്ചു വെക്കാൻ പറ്റുമോ? വയസ്സ് 32 സുഭാഷ് ചേട്ടൻ ഒരു ജീവിതം വേണ്ടേ? നമ്മൾ ഇനി ആ ജീവിതം വെറുതെ തൊലച്ചുകൂടാ. സുഭാഷ് ചേട്ടന് നല്ലൊരു ജീവിതം കിട്ടണം, ഒരു പെണ്ണ് ജീവിതത്തിലേക്ക് വരണം, നമുക്ക് വേണ്ടിയിട്ട് എന്തിനാണ് ആ ജീവിതം ഇങ്ങനെ കളയണമെന്ന് ചോദിച്ചു. സുധീഷ് പറഞ്ഞു, സുഭാഷ് ചേട്ടൻ അങ്ങനെ വേറെ മാറി താമസിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, മാറി താമസിക്കേണ്ട കാര്യം വന്നാൽ താമസിക്കുക തന്നെ ചെയ്യണം. നികേഷ് പറഞ്ഞു, സുഭാഷ് ചേട്ടൻ പോയാൽ ശരിയാകത്തില്ല, സുഭാഷ് ചേട്ടൻ ഇല്ലാത്തതിനെ കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല എന്ന് പറഞ്ഞു. ഹരീഷ് പറഞ്ഞു, എടാ നീ ഇങ്ങനെ മാത്രം സ്വാർത്ഥനാകല്ലേ, നീ നിന്റെ കാര്യം മാത്രമേ ചിന്തിക്കുന്നുള്ളൂ, സുഭാഷ് ചേട്ടൻ്റെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. എന്നും കൊന്ന് ഈ വീട്ടിൽ കിടന്നിട്ടുണ്ടെങ്കിൽ സുഭാഷ് ചേട്ടൻ നല്ലൊരു ആലോചന പോലും വരത്തില്ല, നീ അതെന്താ മനസ്സിലാക്കാത്തെ? നികേഷിന് ഭയങ്കര വിഷമായി. നികേഷ് കരയുവാണ്. നിധി പറഞ്ഞു, വിഷമിക്കല്ലടാ, സങ്കടപ്പെടാതിരിക്കുക. ഒരു പക്ഷേ സുഭാഷ് ചേട്ടൻ അറിഞ്ഞുകൊണ്ട് ഇത് സമ്മതിക്കുമെന്ന് തോന്നില്ല. കാരണം ഇത് മറച്ചു വെക്കാം, കല്യാണം കഴിഞ്ഞതിന് ശേഷം മാത്രം സുഭാഷ് ചേട്ടനോട് പറഞ്ഞാൽ മതി വേറെ മാറി താമസിക്കുന്നതിനെ കുറിച്ച്. കാരണം ഇപ്പം അവർക്ക് ഇങ്ങനെ ഡിമാൻഡ് ഉണ്ടെന്നുള്ള കാര്യം അറിയണ്ട. അത് കേട്ടപ്പോൾ ഹരീഷ് പറഞ്ഞു, അല്ല സുഭാഷ് ചേട്ടനോട് ഓൾറെഡി അവയെ വീട്ടുകാർ പറഞ്ഞിട്ടുള്ളതല്ലേ? അതെ, അത് പറഞ്ഞിട്ടുള്ളതാ. പക്ഷേങ്കിൽ ഇനി നമ്മൾ അത് കാര്യം ഓർമ്മിപ്പിക്കേണ്ട കാര്യമില്ല. ഒരുപക്ഷെ അവർക്ക് ആ ഡിമാൻഡ് ഇല്ല എന്ന് സുഭാഷ് ചേട്ടൻ മനസ്സിലാക്കിയാൽ മതി, അല്ലെങ്കിൽ സുഭാഷ് ചേട്ടൻ ഈ വിവാഹത്തിന് സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നികേഷിന് ഭയങ്കര വിഷമമായി. നികേഷ് കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോവാണ്. അപ്പോഴേക്കും നീതി പറഞ്ഞു, പക്ഷെ നമുക്കൊരു കാര്യമുണ്ട്, ഒരു പ്രശ്നമുണ്ട്. ഈ കള്ളത്തരങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് നമുക്ക് സുഭാഷ് ചേട്ടൻ അധികം ദിവസം മറച്ചു വെക്കാൻ പറ്റില്ല. കാരണം സുഭാഷ് ചേട്ടന് സംശയം തോന്നിയിട്ടുണ്ടെങ്കിൽ ആ പെണ്ണോട് വിളിച്ച് ചോദിക്കുക തന്നെ ചെയ്യും. അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കള്ളത്തരങ്ങളൊക്കെ പൊളിയുമെന്ന് പറഞ്ഞു. അത് പിന്നെ വലിയ പ്രശ്നമാവെന്ന് പറഞ്ഞു. സുധീഷ് പറഞ്ഞു, എന്താണെങ്കിലും പോകുന്നോളം വരെ പോട്ടെ, കല്യാണം പെട്ടെന്ന് കഴിയുകയാണെങ്കിൽ പ്രശ്നമില്ലോ എന്ന് പറഞ്ഞു. നികേഷ് പോയി നിന്ന് കരയുന്ന കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും നിധിക്കൊക്കെ സങ്കടമായി. ഇച്ചിരി കഴിഞ്ഞപ്പോൾ നികേഷ് അങ്ങോട്ട് കയറി വന്നു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് സമ്മതമാണ്, സുഭാഷ് ചേട്ടൻ്റെ കല്യാണം നടത്തിക്കോ, സുഭാഷ് ചേട്ടൻ മാറിപ്പോയിക്കോട്ടെ, എനിക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞു. നെഞ്ചു പൊട്ടുന്ന വേദന ഉണ്ടായിരുന്നു നികേഷിന്. കാരണം ഇത്രയും നാൾ അച്ഛൻ്റെ അമ്മയുടെ എല്ലാം സ്നേഹം കൊടുത്ത് നികേഷിനെ കുഞ്ഞുനാളിലെ മുതൽ വളർത്തിയ സുഭാഷാണ്. അപ്പോൾ സുഭാഷിനെ കാണാതിരിക്കാന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു വിഷമമായിരുന്നു നികേഷിന്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.